രണ്ടുപേരും വഴക്കൂടിയിട്ട് രണ്ടാമത് വലത്തെ സൈഡിൽ നിന്ന് കളിക്കുന്നു. വരുന്നുണ്ട് അടുത്തടുത്ത്. കടിക്കണ്ട മോനെ, ഞാനില്ല. നിങ്ങൾക്ക് ഭയങ്കര വയറ്റിന് വാറുണ്ട്. അതെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് ഇങ്ങനെ തപ്പിയിട്ട് സജീറിന് പണിയില്ല. നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഒരു കാട്ടിലെല്ലാം പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ട് പ്ലാനാക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ കാട്ടിൽ പോക്ക് ഇപ്പോൾ രാത്രി പോയിട്ട് എന്ത് കാര്യം എന്താ വെച്ചാൽ അങ്ങനെ അത് ഒഴിവാക്കി. അങ്ങനെ നമ്മൾ പറഞ്ഞ് ഗ്രൗണ്ടിൽ പോയിട്ട് ഗ്രൗണ്ടിൽ എന്തോ കുഴിയായിട്ടുണ്ട് പോലും. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം വെള്ളവും ഇതെല്ലാം ശരിയാക്കി ഇങ്ങനെ വെക്കുമ്പോൾക്ക് ഒരു പണിയും വിളിച്ച്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് പോകാൻ തോന്നല്ലേ? ഇതിൽ പോകാം. കാരണം നമുക്ക് അവിടെ പോയി നോക്കാം, സാധനങ്ങൾ എടുക്കണം. അന്നേരം നമ്മൾ ഫസ്റ്റ് ഗ്രൗണ്ടിൽ പോയിട്ട് നമ്മളെ പിച്ചിൻ്റെ കുഴിയുണ്ട്, അതൊന്ന് ക്ലിയർ ആക്കണം. അതിന് ശേഷം നമ്മൾ ചെറിയൊരു വർക്കും കൂടി ഉണ്ട്, അതും കൂടി ഫിനിഷ് ആക്കണം. എന്നാലും വെള്ളമെല്ലാം സെറ്റല്ലേ? വീട്ടിൽ വർക്കിന് പോകുമ്പോൾ എല്ലാ സാധനവും വേണം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന മാതിരി നമ്മളോട് പണിയുണ്ട് എന്നേ പറയും. അവിടെ പോയാലും ചിലപ്പോൾ ഏതെല്ലാം പണിയാന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഒന്നുമില്ല, അവര് നമ്മളോട് ചോദിക്കും നീ എന്തിനാ കൊണ്ടുവരാഞ്ഞിനി, നമ്മളോടൊന്നും പറ്റുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാ സാധനവും വെച്ചിട്ട് അറബി വീട്ടിൽ പണിക്കൂ, ഇല്ലെങ്കിൽ തിരിച്ചു വരണ്ടേ. അന്ന് നമുക്ക് അബദ്ധം പറ്റിയത് അങ്ങനല്ലേ? ഒരു സാധനം എടുക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ സാധനം നാടെ വേണ്ടി വരാം. എന്നാ കൈമ റെഡിയാക്കാൻ പോയപ്പോ ഡിഷ് കൊണ്ടുപോയെങ്കിൽ തീർന്നായിരുന്നു. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് സാധനമല്ലോ. എന്നാ വീട് അപ്പൊ നമ്മള് ഗ്രൗണ്ടിലെത്തി. എന്താണ് പട്ടി കുറയ്ക്കുന്നുണ്ട്, പട്ടി ഉണ്ടാടാ. ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ വിച്ച്. ചെറിയൊരിത്, ആ കുഴി മാത്രം ഒന്ന് ഇതാക്കിയാൽ മതി. ഞാൻ അന്നിട്ട സിമെൻ്റ് അത്, അന്ന് സിമെന്റ് കൊണ്ടുവന്നിട്ട് കുറഞ്ഞു പോയിട്ടാണ് അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ പൊടി 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 ഇത് തൽക്കാലം മതി. ഒരാഴ്ചത്തേക്ക് ഒപ്പിക്കാം, അടുത്ത ആഴ്ചത്തേക്ക് സിമെന്റ് ഒപ്പിക്കാം. നമ്മൾ സിമെന്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വൈറ്റ് സിമെന്റ് ഫുൾ തേക്കുന്നത്. തൽക്കാലം ഒരാഴ്ച തൽക്കാലത്തേക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് നേരെ ഇനി പോകുന്നത് ചെറിയൊരു വർക്കുണ്ട്. അതും നമ്മൾ കഴിഞ്ഞ ആഴ്ച പോലെ റൗലത്ത് റാഷിദിൻ്റെ അവിടെയാണ് വർക്ക്. നേരെ വർക്കിനേക്ക് പോവാം. കാട്ടിലാന്ന് തോന്നുന്നു, മിക്കവാറും കൈമ കെട്ടാനായിരിക്കും. ടവറിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളിൽ ടവറാണ്. ഏത് ടവറിലാണ്? ടവറുണ്ടല്ലേ? أنا موجود إني هذه دكان كله خلاص مني آخر دوار موجود مني. ലൊക്കേഷൻ അയച്ചിട്ടുണ്ടല്ലോ. ഇതവിടെ കാട്ടില 3 മിനിറ്റ് റൗണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് വഴിയൊന്നിട്ട് ഇതിലോട്ട് ഒരു വഴി പോലെ കാണുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് പോയാലോ? ഇതിലോട്ട് പോയാൽ നോക്കാം. ഇത് കാട്ടില് മറ്റേ കൈമേനായിരിക്കും. പോയാൽ നോക്കാം. കൈമീണ്ടാവും റോഡ് കാണുന്നുണ്ട്. ഇതിലൂടെ റോഡ് കാണുന്നുണ്ട്. അപ്പം നമ്മൾ ലൊക്കേഷനിലെത്തി. വീണ്ടും അടുത്ത കാട്ട്. വീണ്ടും അടുത്ത കാട്, രണ്ടാമത്തെ കാട്. അങ്ങനെ ഒട്ടകൊണ്ട് ഇതാ ടി വി. ഓ പहले डिश नहीं था? पहले डिश नहीं था. वो बाद में बाहर से साफ करेगा ना. अच्छा फिर बोलेगा. ഒരെണ്ണെടുക്കണം. അപ്പോൾ ഡിഷിയുടെ പൊട്ടിയാണ്ട് പരിപാടിയാണ്. വലിയ സംഘങ്ങളില്ല കേട്ടോ, കുറേ വയർ വേണം. അവനോട് കൂടുതൽ പൈസ പറയണോ? അവൻ പൈസ കുറച്ചിട്ടാണ് പറഞ്ഞത്. ഫുള്ള് കയറവാനാന്നല്ല. ഇതേടി ഒരു കയറവാൻ, ആടെ ഒന്ന്, ആടാ ഡ്രൈവറെ റൂം. ഇത് വെള്ളം നിറക്കുന്ന ടാങ്കാന്ന് കേട്ടാ ഇവരെ കാട്ടിൽ. സെറ്റപ്പ് സാധനം. ഓക്കെ, ഒന്നും അയപ്പൊന്നും ചെയ്യില്ല കേട്ടാ. നമ്മളെ റബ്ബർ പോലെ ഫുള്ള് വെള്ളമാണ്, ഫുള്ള് വെള്ളം. അപ്പോൾ ഒരു തബൂക്ക് വേണം സജീറെ. വാ, ഇതല്ലേ തബൂക്ക്. സജീറെ തബൂക്ക് എടുക്ക്.
दिमाग होता यूरोप में नहीं होता എന്നേ ഇവിടെ ഇത് ഇവിടെ കൊടുത്ത टायर के सामने टायर के हवा हवा नहीं लगता हाँ ये नहीं वो मुश्किल नहीं हवा थोड़ा इतना ज़्यादा आएगा मुश्किल नहीं है नहीं എടാ കുഴി ഇതുണ്ടാടാ ഞാൻ വെച്ച് മണ്ണാണ് വേഗം കൊയ്യൂന്ന് മറ്റേ ഉളി വണ്ടി ഇതാ പൊയ്ക്ക ഇത്ര പോരാ തവൂക്കിന്റെ അത്ര വരെ താണോ ആ അത്യാവശ്യം വികാസ് ഉണ്ടാ ആ വികാസ് എടുക്ക് ഞാൻ വെച്ചടാ സജീറിന് ഇന്നലെ ഞാൻ മന്തി വാങ്ങിച്ചു കൊടുത്തിന് അന്നേരം അവൻ പറഞ്ഞിന് ഇതെന്തോ കണക്ക് പണി തരാനുള്ള ഇതാണ് എന്ന് പണിയെടുക്കൽ അങ്ങനെ എല്ലാവരും നമ്മൾ പറഞ്ഞു പോകുന്നതാണ് സത്യത്തിൽ നമ്മൾ മൊത്തത്തിൽ അങ്ങനെ പറയില്ലേ ഈ നമ്മൾ ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഈ ഇതിന് കാട് എന്നാ പറയാ നമ്മൾ മൊത്തത്തിൽ എല്ലാവരും ഗൾഫുകാർക്ക് അറിയത്തുള്ളൂ ഗൾഫുകാർ കാട് എന്നാ അറിയാം മൊബൈൽ ചെരിച്ചു പിടിക്കല നേരെ പിടിക്കും അന്നേരം കാട് എന്ന് പറയാം അന്നേരം എല്ലാവരും ഈ നാട്ടിലുള്ളവർക്ക് അറിയില്ലല്ലോ നാട്ടിലുള്ളവർ കാടും നോക്കി നിൽക്കുന്നു ഉണ്ടാവും നമ്മൾ ഇവനെ എടുത്തുകൂടാ കാട് കാണിക്കുന്നത് ഇതന്നെയാണ് കാട് കേട്ടാ ഇനി അധികം ഇനി തടുപ്പായത് കൊണ്ട് ഇനിയിപ്പോ ഇങ്ങനെയാണ് അധികം വർക്ക് ഉണ്ടാകുക ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇത് കെട്ടലും ഇപ്പൊ കൈമ കാണിച്ചാൽ കൈമേല് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് മൊത്തല്ല എല്ലാരും കളവന്മാർ ഇരിക്കുന്നുണ്ട് ഫുള്ള് ക്യാബിനാ അല്ലേ വണ്ടി അല്ലേ ഡ്രൈവർക്ക് ഒരു കാരവൻ ആയി കൊടുക്കണേ അവർക്കൊരു പെട്ടി തകരപ്പെട്ടി അടിച്ചു കൊടുത്തു അതുകൊണ്ട് അത് കട്ടിൽ പോയിക്കാണ് 4 താപൂക്കും വെച്ചിട്ട് പാവം അതല്ല 4 താപൂക്കും വെച്ചിട്ടാ കട്ടില് ഇതാണ്ടേ പക്ഷെ ഇതാ അടിപൊളി ഇതിൽ ഈ വെള്ളം ടാങ്ക് പോലത്തെ ബാറ്ററികളിൽ ഓടുന്ന വണ്ടി ഫുള്ള് കാട് ജംഗൽ സോളാറിൻ്റെ ആണല്ലേ ക്യാ ബനാറേ ഇതുവരെ കിച്ചന് മണ്ണിടാനായ ഈ സൈഡിലോട്ട് മണ്ണിടണം കുറച്ച് ഇതെല്ലാം കുത്തിയമർത്തിയിട്ട് സൈഡിൽ മണ്ണിടണം 2 സൈഡിലും അപ്പോൾ നമ്മൾ അവിടെ ഡിഷെല്ലാം ഫിറ്റാക്കി ഇവിടെ വന്ന് ടിവിക്ക് കണക്ഷൻ കൊടുക്കലാണ് 2 ചിത്രങ്ങളൊന്നും വഴക്കൂടിയിട്ട് രണ്ടവന്മാർ വലത്തെ സൈഡിൽ നിന്ന് കളിക്കുന്നു രണ്ടും ചങ്കായി നമ്മൾ വെറുതെ ശശിയായി കണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ അടുത്ത പണിയെല്ലാം കഴിഞ്ഞ് ടി വി ഫിറ്റാക്കി അല്ല വേക്കുന്ന ഒച്ചപ്പാടാക്കുന്നുണ്ട് സജീർ ഒച്ചയായിട്ടൊരു ഓടും സജീറെ ഫുഡ് എടുക്കാൻ പോയിട്ടുണ്ട് നമുക്കും കിട്ടുവാ പക്ഷെ അവരുടെ ഫുഡ് നമുക്ക് കഴിക്കാൻ കഴിയില്ല അടിപൊളി ഈത്തപ്പഴം ഉണ്ട് കേട്ടോ ഒന്ന് കഴിച്ചു നോക്കാം എന്തായാലും അവനോട് ചോദിക്കുന്നൊന്നുമില്ല അല്ല ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം കഴിക്കുന്നതിനും തിന്നുന്നതിനും ഒന്നും പറയില്ല കേട്ടോ അതൊന്നും പറയില്ല എത്ര വേണമെങ്കിൽ നല്ല സുഖമുണ്ടല്ലോ ഇടിയിരിക്കാൻ എന്ത് സുഖം എന്നറിയാം ബേക്കിൽ കാണിക്കുന്നില്ല അവർ കളിക്കുകയാണ് ഷീട്ട് കളിക്കുകയാണ് ഇവരുടെ കറണ്ട് മൊത്തം സോളാറിലാണ് കേട്ടതാ ഇവിടെ ഫുള്ള് സോളാർ വെച്ചിട്ട് കുറേ സോളാർ ഉണ്ടല്ലോടാ സജീറ കുറേ സോളാർ വെച്ചിട്ടുണ്ട് കേട്ടാ ബേക്കിലോട്ട് ഫുള്ള് ഒട്ടകം ആൾക്കാർ ഇത് കിച്ചണാണ് ഇവരെ കിച്ചൺ ഫ്രിഡ്ജിൽ എന്തെല്ലാം ഉണ്ട് ഒന്നുമില്ല ഉരുളക്കിഴങ്ങ വെള്ളം ഇതല്ലേ വെള്ളം തണുത്ത വെള്ളം കിട്ടുന്നു സെറ്റപ്പ് തന്നെ സോളാറിൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ട് അവനെന്തല്ലോ ഒക്കെ ബണ്ടലടിക്കുന്നുണ്ട് അവനോട് എല്ലാം പൊക്കി പറയുന്നുണ്ട് എന്തെല്ലോ ബണ്ടൽ പറയുന്നുണ്ട് ഒന്നുമില്ലാത്ത എനിക്കൊന്നും അറേഞ്ച് ചെയ്യില്ല എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ ഇതൊരു കാരവാൻ അതൊരു കാരവാൻ അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞ സമയത്ത് തന്നെയാണ് അവർ ഫുഡും വന്നത് ഫുഡ് കഴിക്കുന്നത് പിന്നെ അവർ ഫുഡ് കഴിക്കുന്നവരെ കാത്തിക്കണം ഇവിടെ ഇഷ്ടംപോലെ ഒട്ടകങ്ങളിതാ ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു
ഒട്ടകങ്ങൾ വരി വരി വരിയായി പേടിച്ചോടുക എന്നെ കണ്ടിട്ട് നോക്കട്ടെ, പേടിച്ചോടുക നോക്കട്ടെ, എന്നെ പരിചയം ഉണ്ടാവുമോ പേടിച്ചോടുക നോക്കട്ടെ. എനിക്ക് വല്ല പേടിയൊന്നുമില്ല. മണപ്പിച്ച് നോക്കുന്നുണ്ട്, എൻ്റെ ഒരു കടിയുണ്ട്. ആ ആ കടിക്കാൻ തുടങ്ങുന്നുണ്ട്. ആ ആ ആ ആ ആ ആ എൻ്റെ അമ്മോ. കുറേ ആളുണ്ട് എടുത്താക്കോ, ആർക്കും പേടിയൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഫസ്റ്റ് മണപ്പിച്ച് നോക്കൂ. ഇവരൊരു മണപ്പിച്ച് നോക്കലുണ്ട്, എന്നിട്ട് അടുത്ത് വരും. എല്ലാവരും വരുന്നുണ്ട് അടുത്തടുത്ത്. ആ കടിക്കണ്ട പോനെ, ഞാനില്ല. നിങ്ങൾക്ക് ഭയങ്കര വയറ്റിലിന് വാറുണ്ട്. അതെല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവർക്കും കടിക്കണം, എല്ലാവർക്കും കടിക്കണം. കണ്ടേ വായിൻ്റെ ഉള്ളൊരു പല്ല് താമോ താരേ ഉള്ളൂ പല്ല്. പോയട്ടെ അതാ അടുത്ത ആൾ വന്നിട്ടുണ്ട്. കുറേ ആളുണ്ടല്ലോ. അധികം കടിച്ചോ വന്നിട്ടുണ്ട് ആദ്യം. നമുക്ക് കൂടാ ഇനി ഇവിടെ വന്നിട്ട് കൂടുതൽ പണി തരണ്ട. അവര് ഫുള്ള് പാത്രമെല്ലാം തീർന്നു കേട്ടാ. അങ്ങനെ ആയിരിക്കും. എന്നിട്ട് ഫുള്ള് ഈത്തപ്പഴം തീർക്കുന്നുണ്ട്. ആ അപ്പോ ഓക്കെ കാണാനേ അതെ ശുക്രൻ, താങ്ക് യു. ഓക്കെ അതെ. അപ്പോൾ ഞാനും സജീറും ഇന്ന് പോവുകയെന്ന്. അന്നേരം ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ. ഇനി സജീറും ഞാനും കൂടി വേറൊരു സ്ഥലത്തേക്കും കൂടി പോകുന്നു. അതും കൂടി കഴിഞ്ഞിട്ട് പോകാം നമുക്ക്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അത് ഓക്കെ. അന്നേരം ബൈ ബൈ.